Praise the Lord. A very good morning to you all. Hallelujah. I bless everyone, a wonderful, supernatural, glorious, blessed, peaceful. Hallelujah. Thursday. Today we have a Rehoboth Supernatural Miracle Google Prayer Meeting. രാത്രി 8 തൊട്ട് 9:30 വരെയാണ്. എല്ലാവരെയും ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. You are going to see glorious hallelujah presence in that meeting and going to hallelujah receive miracles for your life. Hallelujah. So I invite everyone. I'll be posting the link now in the group, so also in the status, so all of you can join the meeting. Try to join at 8 p.m. itself. I'll start at 8 p.m. and also a wonderful pastor from is a senior pastor is coming this night in the second half. The pastor will be ministering to us. So prayerfully come and attend this meeting and you're going to see the glory of God. Hallelujah. So ദൈവമക്കളെ, നമുക്ക് ദൈവം തരുന്ന ജോയ്, ദൈവം തരുന്ന സന്തോഷം, ഹല്ലേലൂയ, നമുക്കൊരിക്കലും ഈ ലോകത്ത് തന്നെ കിട്ടത്തില്ല അല്ലേ? ഹല്ലേലൂയ. നമ്മൾ പലരും നമുക്കറിയാം ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ വേൾഡ്ലി പല കാര്യങ്ങളിലേക്ക് ഓടുന്നവരാണ്. പക്ഷേ അവർ കുറച്ച് സമയം കഴിയുമ്പം അവരതൊക്കെ മടുത്ത് വീണ്ടും അവരുടെ മനസ്സിന് സന്തോഷം കിട്ടാൻ എന്താണ് ഉള്ളതെന്ന് അവർ ആലോചിച്ചു കൊണ്ടിരിക്കും അല്ലേ? പക്ഷെ സ്വർഗത്തിലെ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, യു വിൽ റിജോയ്സ്, നിങ്ങൾ റിജോയ്സ് ചെയ്യും. നിങ്ങളുടെ ഉള്ളിലെ ആ റിജോയ്സ്, ആ സന്തോഷം ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷമാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരും എടുത്ത് കളയത്തില്ല. ഹല്ലേലൂയ. നമുക്ക് ആദ്യം കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചിട്ട് നമുക്ക് ആ വണ്ടർഫുൾ പ്രോമിസിലേക്ക് പോകാം. ആത്മസന്തോഷം കൊണ്ടാനെന്തിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനെന്തിപ്പാൻ, ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ, ദൈവത്തിൻ്റെ തേജസ്സിന്നിവിടെ, ദൈവത്തിൻ്റെ തേജസ്സിന്നിവിടെ, പ്രകാശിക്ക വീണം വെളിച്ചമായി, പ്രകാശിക്ക വീണം വെളിച്ചമായി, പാപത്തിൻ്റെ എല്ലാ അന്ധകാരവും, പാപത്തിൻ്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ, ആത്മസന്തോഷം കൊണ്ടാനെന്തിപ്പാൻ, ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ, സ്വർഗസന്തോഷം കൊണ്ടാനെന്തിപ്പാൻ, ആത്മശക്തിയാൽ ഇന്നു നടത്തേണമേ. ഹല്ലേലൂയ. ഓറിക്കോറസിഖാലരബശൻ, ആത്മനീലങ്ങളെ ഒരുക്കിടുവാൻ, സ്വർഗ്ഗസിയോനിലെ വിത്തുവിതപ്പാൻ, നല്ലവണ്ണമതു ഫലം കൊടുപ്പാൻ, ആത്മതുള്ളി കൊണ്ടു നരയ്ക്കണമേ, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിൻ്റെ ആത്മാവുള്ളിലാകുമ്പോൾ, പായയായ ലോകത്തെ ഞാൻ ചേർന്ന് നിൽക്കാതെ എൻ്റെ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും, ആത്മസന്തോഷം കൊണ്ടാനെന്തിപ്പാൻ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ദൈവത്തിൻ്റെ തേജസ്. when the glory comes, hallelujah, എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളും നീങ്ങിപ്പോകും ദൈവമക്കളെ. അതുകൊണ്ടാണ് നമ്മളെ വെളിച്ചമായ
കർത്താവിനോട് നമ്മൾ പറ്റിയിരിക്കണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഓറിക്കാരാബ്രാസിക്കോറാസിയ പാപത്തിൻ്റെ എല്ലാ അന്ധകാരവും നമ്മുടെ ഉള്ളിൽ നിന്ന് നീങ്ങിപ്പോകും. when that glory hallelujah fills us. hallelujah. ഓ റീകോ റസി ഖാരാബ സ്വർഗീയ സന്തോഷത്താൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും നടത്തട്ടെ. ഹല്ലേലൂയ. ഓ രാമാന ഷാഖാരാബ എല്ലാ കഠിന ഹൃദയങ്ങളും മെഴുകുപോലെ ഉരുകിപ്പോകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ആത്മനിലങ്ങൾ ഒരുക്കപ്പെടട്ടെ. ഹല്ലേലൂയ. താലാബ ഷഖലബ ദൈവമക്കളെ, നമ്മുടെ ആത്മനിലങ്ങൾ ഇഫ് ഇറ്റ് ഈസ് ഹല്ലേലൂയ നമ്മളൊരു എന്താ പറയുക, 2 ദിവസം മുന്നേ കർത്താവ് എന്നെ ഒരു വെളിപ്പാട് കാണിച്ചു. ഹല്ലേലൂയ. അത് ആക്ച്വലി നല്ല ഫ്ലറിഷിങ് ആയിട്ട് കിടക്കണേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇഞ്ചി തോട്ടമാണ്. ആദ്യം എനിക്ക് എൻ്റെ ഇല കണ്ടിട്ട് മനസ്സിലായില്ല. പിന്നെ എനിക്കതിൻ്റെ ആ ഒരു താഴെ ഭാഗം കർത്താവ് കാണിച്ചു തന്നപ്പോൾ മനസ്സിലായി, യെസ് ദിസ് ഈസ് ഇഞ്ചി. ആ ഇഞ്ചി ശക്തിയോടെ വളരുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ താഴെ നിന്നൊക്കെ ഇങ്ങനെ മുള പൊട്ടി വന്ന് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു ഇഞ്ചിത്തോട്ടം. ഹല്ലേലൂയ. നമ്മളൊരു തോട്ടം, നമ്മൾ ഒരു എന്താ പറയുക, എക്സാമ്പിൾ ഇപ്പം നമുക്കൊരു ഇഞ്ചി കൃഷി ചെയ്യാൻ പോകാമെന്ന് വെച്ചു. ഓക്കെ, ഹല്ലേലൂയ. നമ്മൾ ആ എന്താ പറയുക, ആ ഒരു ഗ്രോ ബാഗിലാണെങ്കിൽ അതിൽ നമ്മൾ ആദ്യം കുറച്ച് ഉണക്കയില ഇടും, പിന്നെ കുറച്ച് ചാണകപ്പൊടി ഇടും, കുറച്ച് കമ്പോസ്റ്റ് ഇടും അല്ലേ. നമ്മൾ പിന്നെ ആ മണ്ണിനെ ഒരുക്കാനായിട്ട് കുറച്ച് എന്തോ ഒരു സംഭവം കുമ്മായപ്പൊടി പോലത്തെ സംഭവം ഇടും. ആർക്കറിയാം, ആ മണ്ണിലുള്ള എല്ലാ കീടങ്ങളും നശിക്കാൻ വേണ്ടിയിട്ടാണത്. ആ മണ്ണ് പിന്നെ കുറച്ച് എല്ലുപൊടി അതൊക്കെ വേപ്പില പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ നിങ്ങളെ പച്ചക്കറി നടാൻ പഠിപ്പിക്കുമല്ല, അതിൻ്റെ ഒരുക്കത്തെക്കുറിച്ച് ഞാൻ പറയുക. ഹല്ലേലൂയ. പിന്നെ ഈ കുമ്മായപ്പൊടി ഇടുന്ന എന്നാച്ചാൽ ഇങ്ങനെ ഈ മണ്ണിലുള്ള എല്ലാ കീടങ്ങളും പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ മണ്ണിനെ എന്താ പറയുക, വെയിലത്തിടും. 2, 3, 4, 5 ദിവസമൊക്കെ ഇട്ടിട്ടാണ് തിരിച്ച് ആ മണ്ണിനെ ആ ഗ്രോ ബാഗിൽ നമ്മൾ ഫില്ല് ചെയ്ത് നമ്മളൊരു ഇഞ്ചിയെക്കുറിച്ചാണല്ലോ കർത്താവ് കാണിച്ചത്, ഇഞ്ചി നടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ഒരു ഒരുക്കമുണ്ട് അല്ലേ. ആ നിലങ്ങളെ നമ്മൾ ഒരുക്കി നമ്മൾ അതിൽ വെള്ളം കൊടുക്കുമ്പോൾ ആണ് ആ ഇഞ്ചി നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ വളരുന്നത് അല്ലേ. ഹല്ലേലൂയ. നല്ല പച്ച ഇലകൾ, നല്ല സ്ട്രോങ് ആയിട്ട് എന്താ പറയുക, ഇങ്ങനെ കൂട്ടത്തോടെ ഞെരുങ്ങി നല്ല ഫ്ലറിഷിങ് ആയിട്ട് നിൽക്കുന്ന ഇഞ്ചിത്തോട്ടം നമുക്ക് ലഭിക്കും അല്ലേ. അപ്പം നമ്മുടെ ഇത് എക്സാമ്പിളായിട്ട് നമ്മളെ കാണിക്കുന്ന നമ്മുടെ ഹൃദയം എന്ന നിലത്തെക്കുറിച്ചാണ്. ആ നിലം നമ്മൾ അങ്ങനെ ഒരുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വീഴുന്ന വചനമാകുന്ന വിത്ത് അത് നല്ലവണ്ണം ഫലം കൊടുക്കും അല്ലേ. ഹല്ലേലൂയ. അതിൽ പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ നമ്മൾ നനയ്ക്കണം. ഹല്ലേലൂയ. നമ്മൾ എന്താ പറയുക, ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. ദേ ആർ ഓൾവേസ് ആഫ്റ്റർ ദ വേർഡ് ഓഫ് ഗാഡ്. യെസ്, യു നീഡ് ദ ഏറ്റവും മോസ്റ്റ്, ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ വചനമായിട്ടിരിക്കണം. വചനമാണ് നമ്മുടെ ഇന്നർ മാനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെന്ന് ആലോചിച്ച് ഇപ്പോൾ ഇഞ്ചിച്ചെടിയുടെ കാര്യം പറഞ്ഞു. ഓക്കെ, നമ്മൾ ആ മണ്ണൊക്കെ ഒരുക്കി നമ്മളൊരു ഗ്രോ ബാഗിനകത്ത് ഈ ഇഞ്ചി നട്ടു. ഇതിനകത്ത് നമ്മൾ പരിശുദ്ധാത്മാവാകുന്ന വെള്ളം ഇതിനകത്ത് ഒഴിച്ചില്ല എങ്കിൽ ഈ ചെടി വളരുമോ? നിങ്ങൾ പറഞ്ഞേ. സോ ആക്ച്വലി ബോത്ത് ദീസ് തിങ്സ് ഷുഡ് ഗോ ടുഗെദർ. ഹല്ലേലൂയ. താലാബ ഷഖറബ റീതക റസിക്കോ റസിഖലാബ. പ്രഭാത്തെ പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ച ഒരു തോട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കുദാരഗതികസ്യ റീകാരവസന്തരവേ കുദാരഗതികസ്യ. നമ്മുടെ ഹൃദയം എന്ന നിലത്തിൽ നമ്മൾ ഒരുക്കണം. ഹാലിൽ എല്ലാ കീടങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മുള്ളും പറക്കാരെ എല്ലാം എടുത്ത് കളഞ്ഞ് ഒരുക്കമുള്ളൊരു ഹൃദയത്തിൽ വചനം വീഴുമ്പോൾ അതിന് നല്ലവണ്ണം വളരാൻ കഴിയും. ഹല്ലേലൂയ. നശിച്ചു പോകത്തില്ല. ഇഞ്ചിത്തോട്ടങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഹല്ലേലൂയ. നമ്മൾ ഒരിടയ്ക്ക് നല്ലോണം ഞാൻ പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് കുറച്ചുകൂടെയൊക്കെ അറിയാം. ഹല്ലേലൂയ. താലാബ എനിക്ക് ഭയങ്കര ക്രേസാണ് ഈ ഗാർഡനിങ്. ഹല്ലേലൂയ. താലാബാക്ക റസിക്കോ റസിയ. അപ്പം അതിന് ഒരു മുരടിപ്പ് അല്ലെങ്കിൽ അതിന് വെള്ളം കിട്ടാതെ വരുമ്പോൾ ഹല്ലേലൂയ
വരണ്ട് അത് കീടങ്ങളാൽ നശിച്ചു പോകുമ്പോൾ അതിൽ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇലയിലൊക്കെ ഒരു തരം പൂപ്പൽ പോലെ വരും, ചില ചെറിയ പ്രാണികൾ വന്ന് നശിപ്പിക്കും. അതുപോലെ തന്നെ ഇലകളെല്ലാം മഞ്ഞയായി ഉണങ്ങി ശോഷിച്ചു പോകും, അല്ലേ? ഹാലലൂയ. അപ്പം അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? വി ആർ നോട്ട് ടേക്ക് കെയറിങ്, വി ആർ നോട്ട് കെയറിങ് ദിസ് പ്ലാന്റ് പ്രോപ്പർലി. വി ആർ നോട്ട് ഗിവിങ് മച്ച് കെയർ ടു ദിസ് പ്ലാന്റ്. അപ്പം അതുപോലെ നമ്മുടെ ഹൃദയത്തെ, ആത്മനിലം, നമ്മളിപ്പോൾ പാടിയതാണ്, ആത്മനിലങ്ങളെ നമ്മൾ ഒരുക്കണം. വചനവും നമ്മൾ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനമാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഓരോ വചനവും വായിക്കുമ്പോൾ ആക്ച്വലി ഇറ്റ് ഈസ് എ മിറർ. ആ മിററിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ കുറവുകൾ കറക്റ്റ് ചെയ്ത് പോകാൻ കഴിയും. ഹല്ലേലൂയ. ലെറ്റ് us go to promise. സമയം മുന്നോട്ട് പോകുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ പ്രോമിസ് ഇതായിരുന്നു. John 16:22 I will see you again and you will rejoice and no one will take away your joy. Yes, you are going to have days of happiness. എത്ര പേർ അത് വിശ്വസിക്കുന്നു? സ്തോത്രം പറഞ്ഞത് സ്വീകരിച്ചേ. ഹല്ലേലൂയ. നിങ്ങളുടെ ദിവസങ്ങൾ, സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ മുന്നിലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ ആക്ച്വലി ഇത് യേശു കർത്താവ് തൻ്റെ ക്രൂശിലേക്ക് പോകുന്നതിന് മുന്നേ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന, അവരെ കംഫർട്ട് ചെയ്യുന്നൊരു വചനമാണ്. ദിസ് ഇസ് ദ ഡിസൈപ്പിൾസ് വെർ ഓവർകം. കർത്താവ് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര വിഷമത്തിലും, ദേ വെർ ഇൻ സോറോ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് അവിടെ പറയുകയാണ് അബൌട്ട് ഹിസ് ഡിപ്പാർച്ചർ, ഹിസ് ഗോയിങ് ആൻഡ് ഹി വിൽ ബി, കർത്താവിൻ്റെ വരവിന് കർത്താവ് പോവുകയാണ്, കർത്താവ് ക്രൂശിൽ തകർക്കപ്പെടാൻ പോവുകയാണ് എന്നൊക്കെ ജോൺ 13:17 വായിക്കുക. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്ത കർത്താവ് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് പോകുന്നതിന് മുന്നേ. ജോൺ 16. ഹല്ലേലൂയ. അതിൻ്റെ മുന്നോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ കാണാം കർത്താവ് പറയുന്നുണ്ട്, ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കലിൽ പോകുന്നു. നിങ്ങൾ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആദ്യം എന്നോട് ചോദിക്കുന്നില്ല, എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാരീസ് നിങ്ങളുടെ അടുക്കൽ വരികയില്ല. കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാൻ പോയാൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വരുമ്പോഴോ നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം വരുത്തും. ഹല്ലേലൂയ. താലാബ ഷേക്കോ റസിഖാലാബ ശൽദരലബ ഉരാലഗതികസ്യ. അപ്പോൾ കർത്താവ് അങ്ങനെ ഹല്ലേലൂയ ഡിസൈപ്പിൾസിനെ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഇപ്പോഴുള്ള വേദന അത് സന്തോഷമായി മാറും. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരു ഭാരത്തിലോ പ്രയാസത്തിലോ വിഷമത്തിലോ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അല്ലേ? എല്ലാവരും അതിലൂടെ കടന്നു പോകുന്നവർ. നമ്മളൊക്കെ സ്പിരിച്വൽ പീപ്പിളാണ്, പക്ഷെ വി ആർ ലിവിങ് ഇൻ എ ഫ്ലഷ്ലി ബോഡി, അല്ലേ? ഹല്ലേലൂയ. സോ വി ആർ ക്യാരിങ് ക്രൈസ്റ്റ് ഗ്ലോറി ഈവൻ ദെൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ആ വേദന ഹല്ലേലൂയ താങ്ങാവുന്നതിലും അധികമാണ്. അതൊരു വ്യക്തി, ഒരു മനുഷ്യൻ നമ്മളെ ആശ്വസിപ്പിച്ചാൽ നമുക്കൊരിക്കലും ആശ്വാസം ലഭിക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷേ കർത്താവിൻ്റെ സ്നേഹത്താൽ നമ്മൾ നിറയണം. കർത്താവിൻ്റെ കരങ്ങളിൽ ആ ബ്രോക്കൺ ഹാർട്ടിനെ നമ്മൾ സമർപ്പിക്കണം. ഹല്ലേലൂയ. കർത്താവേ, ഈ വേദനയിൽ നിന്ന് എന്നെ പുറത്ത് കൊണ്ടുവരണമേ. കാരണം ഇത്ര വലിയ വേദനയിലൂടെ കടന്നുപോയ കർത്താവിന് മാത്രമേ നമ്മുടെ ആ ഇന്നർ ഹീലിംഗ് എന്ന് നമ്മൾ പറയും. കറക്റ്റൊരു വാക്ക് ഞാൻ പറയുവാണെങ്കിൽ ഇറ്റ്സ് എ റൈറ്റ് വേർഡ്, ഇറ്റ് ഈസ് ദ ഇന്നർ ഹീലിംഗ്. ദാറ്റ് പീസ്, കർത്താവിൻ്റെ പീസ് കൊണ്ട് നമ്മളെ നിറയ്ക്കും. ബിക്കോസ് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ ഞാൻ നിങ്ങളോട് പറയാൻ കഴിയുന്നത്. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഹല്ലേലൂയ. എത്ര പാസ്റ്റർമാർ, എത്ര ദൈവമക്കൾ നമ്മളെ ആശ്വസിപ്പിച്ചാൽ ഇറ്റ് വിൽ ടേക്ക് ടൈം
for the healing of that wounds. Hallelujah. അങ്ങനെയുള്ള wounds നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഹല്ലേലൂയ പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ വചനത്തിന് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അതൊക്കെ നമുക്കൊരു ഒരുക്കമുള്ള ഹൃദയം വേണമെന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. Only the Holy Spirit can, hallelujah, transform us. Only the Holy Spirit can heal our broken heart. Hallelujah. So today the Lord promises today that He is going to fill you with joy. ആരെല്ലാം അങ്ങനെ വേദനയിലൂടെ കടന്നു പോകുന്നവർ, ഈ മെസ്സേജ് കേൾക്കുന്നവർ, ഹല്ലേലൂയ, കർത്താവ് പറയുന്നു Psalm 35, hallelujah, weeping may stay for the night, hallelujah, but rejoicing comes in the morning. അല്ലേ? ഹല്ലേലൂയ. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന രാപ്പാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഹല്ലേലൂയ. ജോൺ 16 നമ്മൾ പഠിക്കുമ്പോൾ ജീസസ് ഇസ് അഡ്രസ്സിങ് ഹിസ് ഡിസൈപ്പിൾസ് ഓൺ ദ നൈറ്റ് ഓഫ് ഹിസ് അറസ്റ്റ്. യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ തലേ രാത്രിയിൽ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആസ് ജീസസ് പ്രിപ്പയർസ് ആ ഒരു വലിയ കർത്താവ് അവരോട് കൂടെ എപ്പോഴും ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ശിഷ്യന്മാർക്ക് എപ്പോഴും അവർ ഹാപ്പി ആയിരുന്നു. ഹല്ലേലൂയ. അപ്പം കർത്താവിന് അറിയാം കർത്താവിൻ്റെ വിയോഗത്തിൽ അവർ എത്രമാത്രം ദുഃഖിക്കും. കർത്താവില്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അവർ കർത്താവിൻ്റെ കൂടെ ആയിരുന്നല്ലോ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. കാര്യം അവർ ഡിസൈപ്പിൾസ് they were fully confused, they were uncertain, അവർ ആൻഷ്യസ് ആണ്. അയ്യോ, ഇനി കർത്താവ് ഞങ്ങളെ 3.5 വർഷം കർത്താവിനോട് കൂടെ നടന്നത്, കർത്താവിന് ഞങ്ങളെ വിട്ട് പോകുമ്പോൾ ഇനി ഞങ്ങൾ എങ്ങനെ ഓരോ നിമിഷവും നയിക്കും അല്ലേ? ടാക്സ് കഴിക്കണം എന്ന് പറയുമ്പോൾ കർത്താവ് പറയും ഇന്ന മീനിൻ്റെ നാവിൽ വെച്ചിട്ടുണ്ട്, അങ്ങടേക്ക് പോയി എടുത്തോളാൻ പറയും അല്ലേ? ഹല്ലേലൂയ. അങ്ങനെ അവരുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കർത്താവ് പോയാൽ എങ്ങനെ ആയിരിക്കും അവരുടെ ജീവിതം എന്ന് ഹല്ലേലൂയ അവർ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കർത്താവ് ഈ കാര്യങ്ങൾ അവരോട് പറയുന്നത്. ഉദാലഗതികസ്യ റീഖാലബസന്തരബേ ഉടാനഗതികസ്യ നരാരബശന്തരബേ. ജോൺ 16:18 നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, കുറഞ്ഞൊന്ന് എന്നീ പറയുന്നത് എന്താകുന്നു, അവൻ എന്ത് സംസാരിക്കുന്നുവെന്ന് നാം അറിയുന്നില്ല എന്ന് അവർ പറഞ്ഞു. അതിൻ്റെ മുന്നിലത്തെ വാക്യം വായിച്ച് ഹല്ലേലൂയ. 15 ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോട് കൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറയും. കണ്ടോ? ഹല്ലേലൂയ. താലാബ ഷേക്കോ റസിക. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ, ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ ഇല്ലാതെ യേശു കർത്താവ് ആർക്കും സാക്ഷിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. താലാബ ഷേക്കോ റസിഖാറാബ. അതുകൊണ്ട് എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ ഇത്രയും നാൾ ഉണ്ടായത് കൊണ്ട് നിങ്ങളും എന്നെക്കുറിച്ച് യു ആർ ഗോൺ ടു testify about me. Hallelujah. ദാരാബ സേക്കോ റസിഖാറാബ. കർത്താവിന് അവരുടെ ഹൃദയം അറിയുവാൻ കഴിഞ്ഞ ദൈവമക്കളെ. റീക്കോ റസിയ. നമ്മൾ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 23-25 ഉദാരകേസ്യാന്തര വിഖരബ റസ്യാന്തര വിഖരബ ഋതിബ്രേസ്യാന്തര വിഖരബരാസിക്കോ റസിഖാറാബ റസ്യ. 23-25 നമ്മൾ വായിക്കാം. പെസഹ പെരുന്നാളിൽ യെരൂശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിയിക്കൊണ്ട് തന്നെ താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. കണ്ടോ? അവിടെ ഇരിക്കുന്ന 12 ഡിസൈപ്പിൾസും എന്താണ് അവരുടെ ഹൃദയത്തിൽ എന്താണ് ഉള്ളതെന്ന് ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ കർത്താവിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. ധാരാഭാഷിക്ക് he knows the hearts of the disciple and he promises that their grief will turn into joy. Hallelujah. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, very truly I tell you, you will weep and mourn while the world rejoices. ഈ ലോകം മുഴുവൻ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കും. പക്ഷേ നിങ്ങളുടെ വിഷമം, നിങ്ങളുടെ ഗ്രീവ്സ്
It will turn to joy. Hallelujah. Talaba Sheko Rasikaraba O Rebesia Darabi Kalavarasi and Darabi Namal Pine Pudinema Namala Badikima Namala കാണുന്നുണ്ട്. അവരെല്ലാം മാറി മാറി ഓരോ റൂമുകളിൽ അവരവരുടെ ഭവനങ്ങൾ ഇരിക്കുമായിരുന്നു. അവർ പുറത്തു പോലും ഇറങ്ങുന്നില്ല. ഹല്ലേലൂയ. അവർക്ക് പേടിയായിരുന്ന കാര്യം അവരും യേശു കർത്താവിനെ അവർ ഉപദ്രവിച്ചതുപോലെ അവരെ ഉപദ്രവിക്കും എന്നുള്ള ഭയം വന്നു. എന്തുകൊണ്ടാണ് ദൈവമക്കളെ? ഹല്ലേലൂയ. അവർ എന്താ പറയുക, യേശു കർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു അല്ലേ? ഹല്ലേലൂയ. താലാബാഷേക്കോ കർത്താവിൻ്റെ വിയോഗത്തിൽ അവർക്ക് ഭയം ഉളവായി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ, ഹോപ്പ് ഓഫ് ദ ഗ്ലോറി നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ ഹല്ലേലൂയ നമുക്ക് എപ്പോഴും ഒരു ആൻസൈറ്റിയും ഒരു ഫിയറും ഒക്കെ ഉണ്ടാകും. ഹല്ലേലൂയ. സോ യു ഹാവ് ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് നമ്മളെ ഉറപ്പിച്ച് നിർത്തുന്നത്, നമ്മളെ ബലപ്പെടുത്തി നിർത്തുന്നത്, നമ്മളെ ഭയമില്ലാതെ ധൈര്യത്തോടെ നിർത്തുന്നത്. ഉടാലകതികസ്യ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് പരസ്യമായി സുവിശേഷം പറയാനോ റോഡിലിറങ്ങിയ ഒരു വ്യക്തിയോട് സുവിശേഷം പറയുവാനോ ഉള്ള ശക്തി ലഭിക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് ഡിസൈപ്പിൾസിനോട് പറഞ്ഞ് നിങ്ങൾ ശക്തി പ്രാപിക്കും വരെ യു വെയിറ്റ് ഹല്ലേലൂയ. യു സിറ്റ് അറ്റ് ദ ഫീറ്റ്. മാളിക മുറി നിങ്ങൾ അതിനായി കാത്തിരിക്കുക. നമുക്കറിയാം ഒരു അമ്മ അല്ലേ, പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു അമ്മ. ഹല്ലേലൂയ. ഷീ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഷീ വിൽ ഗോ ത്രൂ ബിഗ് പെയിൻ. ഹല്ലേലൂയ. പക്ഷെ ആ കുഞ്ഞിനെ കാണുമ്പോൾ ഹല്ലേലൂയ ആ മാതാവിൻ്റെ സന്തോഷം, ഹല്ലേലൂയ, ആ വേദന ഒക്കെ മറന്ന് ആ കുഞ്ഞിനെ താലോലിക്കും അല്ലേ? ഹല്ലേലൂയ. താരാബ ഷേക്കു റസി ഖറാബ ഓരിദിവിഗേസിയാന്തരാവി ഖറബ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഹല്ലേലൂയ വേദനയില്ലാത്ത ആരുമില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. പക്ഷേ ക്രിസ്തുവിൽ ഹല്ലേലൂയ ആയിരിക്കുന്ന ഒരു ദൈവ പൈതലിന് he or she has got the hope. He or she has Jesus inside, Christ inside, Holy Spirit inside her. Hallelujah. Rico Rasi Kalabra Siandaravi Kalabra. കർത്താവ് എന്നിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു മൂലം ലഭിച്ച സന്തോഷം. നമുക്കതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മൾ ഓരോ നിമിഷവും നടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു പീസ്ഫുൾ മൈൻഡാണ് അല്ലേ? എപ്പോഴും ഭയങ്കര സന്തോഷമാണ് അല്ലേ? നമുക്ക് തന്നെ അറിയത്തില്ല പലപ്പോഴും ഞാൻ എന്താ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കണേ എന്നുള്ളത്. ഹല്ലേലൂയ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കർത്താവ് പോയി ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ അയച്ചത് കൊണ്ടാണ് ക്രിസ്തുവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും ഈ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആ സന്തോഷവും സമാധാനവും ഉള്ളത്. ഹല്ലേലൂയ. അവിടെ കർത്താവ് പറയുന്നത് now is your time of grief. Hallelujah. But you are going to, hallelujah, this grief, this sorrow is going to be joyful. Hallelujah. Rikara brasiko rasikara bashandaraba. I will see you again. കർത്താവ് പറഞ്ഞു ഞാൻ പോയി ഹല്ലേലൂയ പോകുക മാത്രമല്ല I will come again and you will rejoice. ദൈവമക്കളെ എൻ്റെ കർത്താവ് ഹല്ലേലൂയ റിക്കോ റസിഖാര. നമ്മൾ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം കർത്താവ് റിസറക്റ്റ് ചെയ്ത് പ്രത്യക്ഷപ്പെടുന്നതും ഹല്ലേലൂയ ഡിസൈപ്പിൾസിന് അല്ലെ തോമസിനൊക്കെ വിരലിട്ട് നോക്കിക്കോളൂ എൻ്റെ ആണിപ്പഴുതുകൾ കാണാം ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട് അല്ലേ? ആദ്യം മഗ്ദലക്കാരത്തി മറിയയ്ക്ക് വെളിപ്പെട്ടു. ഹല്ലേലൂയ. അത് എമ്മോസിൽ അല്ലേ 2 ഡിസൈപ്പിൾസിന് വെളിപ്പെട്ടു. പിന്നെ 10 ഡിസൈപ്പിൾസിനെ പ്രത്യക്ഷനായി. പിന്നെ തോമസിന് വെളിപ്പെട്ടു. അങ്ങനെ 500 പേർക്ക് നമ്മൾ 1 Corinthians 15:6 വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓ റീമാ റസിക്കോ റസിഖാര റബീഷ ഇന്ദറലബ.
അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെയും ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിച്ചു. So he was affirming the truth of God's word. Hallelujah. ഓ റിക്കോ റസിഖാലാല ബീഷൈന്ദലാലബ. ഓ പത്രോസ് കർത്താവ് പോയ വലയം എടുത്ത് ഇറങ്ങി. അവിടെയും കർത്താവ് ഹാലേലൂയ ചെന്നു. ഹാലേലൂയ, നീ ഇതിലും അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഹാലേലൂയ. കർത്താവിന് നമ്മുടെ ഹൃദയം അറിയാം മക്കളെ. ഹാലേലൂയ. എല്ലാ കൺഫ്യൂഷൻസും ഡൗട്ട് ഫിൽഡ് ആയിട്ടുള്ള നമ്മുടെ മൈൻഡിലെ എല്ലാ കൺഫ്യൂഷൻസ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റുക ഈ വചനത്തിൻ്റെ മുന്നിൽ. ഹാലേലൂയ. ഓ റിക്കോ റാസി. Again Jesus is hallelujah is preparing the disciples to do his mission. ആ മിഷൻ, ഗ്രേറ്റ് കമ്മീഷൻ നമ്മുടെ മേലുണ്ട്. ഓ റിക്കോ റാസി ഖാലാബ ശന്ദരബ. കർത്താവ് നമ്മൾ 28-ാം അധ്യായമൊക്കെ കാണുമ്പോൾ അവിടെ കർത്താവ് പറയും, go therefore and make disciples of all the nations, baptizing them in the name of the Father, the Son, and the Holy Spirit, teaching them to observe all that I command you. Hallelujah. ഓ റീമാരാ ബരാസിക്കോ റസിഖാരാബ. ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഈ ഭൂമിയിലുണ്ടായിരുന്നു. He gave വീണ്ടും ഡിസൈപ്പിൾസിനെ ട്രെയിൻ ചെയ്തു. Hallelujah. What you have to do. എൻ്റെ കർത്താവ് Hallelujah. ഓ റിക്കോ റസിഖാരാബ. The 40 days എന്താ പറയുക, resurrection and ascension reminds us that Hallelujah. മിഷൻ ഇനിയും നടക്കേണ്ടതുണ്ട്. യേശു കർത്താവ് ചെയ്ത മിഷൻ Hallelujah തൻ്റെ എന്താ പറയുക ഡിസൈപ്പിൾസായ നമ്മളെ ഓരോരുത്തരെയും ആ വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. സോ വി ഹാവ് ദ Hallelujah എന്താ പറയുക ആ ഉത്തരവാദിത്വം to do, എന്താ പറയുക, to share the gospel with everyone. ഉദാരഗതികസ്യ റികാലവസന്തരബേ ഉദാരഗതികസ്യാന്തരാരവശന്തരലബ. സോ ഹാലേലിയ. നമ്മൾ എത്രമാത്രം സോറോ നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ നോക്കിക്കേ, നമുക്ക് കുറച്ച് നാൾ ഒരു വേദനകൾ ഉണ്ടാവും. ഇറ്റ് ഇസ് ടെമ്പററി. അത് കഴിഞ്ഞ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അങ്ങ് മാറും, എക്സ്പയറി ഡേറ്റ് ആവും. പിന്നെ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ചോദിക്കും, ആ കർത്താവ് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു. കർത്താവിൻ്റെ ഡിസിഷനാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ. ദൈവമക്കളെ, ഇപ്പോൾ വിലപിക്കുന്നവർ, ഇപ്പോൾ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിങ്ങൾക്ക് ഹാലേലൂയ ആശ്വാസം ലഭിക്കും. യു വിൽ ബി ഹാലേലൂയ. നിങ്ങളുടെ ആ വേദനകളെല്ലാം ഹാലേലൂയ. അതാ പറഞ്ഞ സന്ധ്യങ്ങൾ കരച്ചിലും രാപ്പാർക്കും ഉഷസ്സിലോ സന്തോഷം നമ്മളെ വന്ന് മൂടും. എല്ലാ എന്താ പറയുക ഈ രാത്രികളെയും കർത്താവ് മോർണിംഗ് ആക്കാൻ പോകും. എല്ലാ വീപ്പിങ്ങും കർത്താവ് റിജോയ്സിങ് ആക്കാൻ നോക്കുക. ഥരബരല ശകലബ. നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങളെ all losses will be restoration, be turned into restoration. Hallelujah. Oh rico rasikala. പ്രഭാതത്തിൽ നമുക്ക് പറയാം, Lord, our sorrows you are going to change. Thank you Lord for you are turning our sorrows into joy. Oh rico rasia, my joy is untouchable, unstoppable, and it is permanent. ഒരു സാത്താൻ, ഒരു no devil, no situation, no season can take away what Christ has given me. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ തന്നത് ആർക്കും നശിപ്പിക്കാൻ കഴിയത്തില്ല. Hallelujah. ആ കൺഫ്യൂസ്ഡ് ആയിരുന്ന, ഫിയർഫുൾ ആയിരുന്ന, സോറോഫുൾ ആയിരുന്ന ഡിസൈപ്പിൾസിനെ ആശ്വസിപ്പിച്ചതുപോലെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുകയാണ് ദൈവമക്കളെ. Hallelujah. Your sorrows are going to change. It will be turned into joy. Present pain does not hallelujah cancel future joy. Udalaga sandaraba rima ravasandarabe udalaga digasya o rico rasikhararabe sheindarabar. നാർക്ക് നമ്മുടെ ഉള്ളിലെ സന്തോഷത്തെ ഒരു ശത്രുവിനെ, ലോകത്തിനോ ഒരു സിറ്റുവേഷനെയോ എടുത്ത് കളയുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ വേദനകൾക്കും ഹാസ് ആൻ എക്സ്പയറി date. Hallelujah. Oh ridibigesiandara brasya. Oh ഈ വർഷം 2026 our sorrow is going to
will turn into joy. Oh, Rico Rasya, encounters, കർത്താവിൻ്റെ encounters നമുക്ക് ഉണ്ടാകാൻ പോവുക. Oh, Rico, how many of you believe that? ഉദാലഗതികസ്യ റിക്കാ ലബസന്തരബേ, ഉദാലഗതികസ്യ റിക്കോ റബസന്തരബേ ഖറബാസിഗോ റസ്യ. കർത്താവ് ഇന്ന് നമ്മുടെ സിറ്റുവേഷനിൽ ഇറങ്ങി വരികയാ. ഓ, കർത്താവ് ഇറങ്ങി വരുമ്പോൾ, ആലയിലെ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുമ്പോൾ എല്ലാ കൺഫ്യൂഷൻസും മാറും. ഓ, എല്ലാ വീക്ക്നെസ്സും, ഓ എനിക്കിനി വയ്യ മുന്നോട്ട് പോകാൻ, എനിക്ക് ശക്തിയില്ല, ബലമില്ല എന്ന് പറയുന്നിടത്ത് ഇപ്പോൾ കർത്താവേ വചനത്തിൻ്റെ ശക്തി ആ ദൈവമക്കളുടെ മേൽ ഇപ്പോൾ ഇറങ്ങണമേ കർത്താവേ. ഉദാരകസ്യ എല്ലാ മടുപ്പിൻ്റെ അവസ്ഥ, പ്രാർത്ഥനയ്ക്ക് മടി, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ഹല്ലേലൂയ. ഓ, ഹൃദയത്തിൽ ഭാരം നിറഞ്ഞു നിൽക്കുന്ന ദൈവമക്കളെ പരിശുദ്ധാത്മായ പ്രഭാതത്തിൽ നിങ്ങളെ തൊടുകയാ. ഓ, God is hallelujah touching your lives. ഓ, റിക്കോ റസി ഖാലാബറസിക്കോ റസ്യ. കർത്താവ് നിങ്ങളുടെ ഉള്ളിലേക്ക് ആ സ്വർഗീയ സമാധാനം, സ്വർഗീയ സന്തോഷത്താൽ ഇപ്പോൾ നിറയ്ക്കുന്നു. ഹല്ലേലൂയ. ഓ, your seasons are going to be changed. ഓ, റീമാലാബറസിക്കോ റസി ഖാലാബ ശന്ദരലബ റീഖാലബസന്ദരബേ. ഈ വർഷങ്ങളാ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. So again, എന്താ പറയുക, I am inviting everyone to this today Rehoboth Supernatural Miracle Google Prayer Meeting. ഈ മീറ്റിങ്ങിനെ കുറിച്ച് അനേക വാഗ്ദത്തങ്ങളാണ് 2026 സ്വർഗത്തിൽ കർത്താവ് തന്നിരിക്കുന്നത്. So whoever joins this meeting is going to be blessed with great miracles. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ലിങ്ക് അയച്ചു കൊടുക്കുക, മീറ്റിങ്ങിലേക്ക് കൊണ്ടുവരിക. ഞാനിപ്പോൾ തന്നെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. So if you got any doubt regarding this meeting, you can call me at my number 813-8814-577. If you got a prayer request, you will ഞാനത് നിങ്ങളുടെ വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇൻഡിവിജ്വലി. സോ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് നാളെ കർത്താവിൻ്റെ വർഷവുമായി കാണാമല്ലോ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബൈ ബൈ. May God bless you.